തടയാണ്. കല്യാണത്തിൻ്റെ സുബൈക്ക് എൻ്റെ മോൾ കല്യാണം എന്ന് പറഞ്ഞത് ഒരു അന്യപുരുഷൻ്റെ കൈ പിടിച്ചിട്ട് പോകുന്ന വിഷയമാണ്. പെണ്ണ് അല്ലേ, പരിചയമില്ലാത്തവനെ കൈ പിടിച്ച് പോകുമ്പോൾ എല്ലാ ആഫത്ത് തടയണം, മുസീബത്ത് തടയണം, അവരെ ജീവിതം നന്നാവണം, അവരെ ദാമ്പത്യം ഹൈറാവണം. അതിന് വേണ്ടി ഉസ്താദെ സുബൈക്ക് വന്നിട്ട് ഒരു മൗലിദ് ഓതുമോ? മൗലിദ് ഓതുമ്പോൾ സുബഹാന എന്ത് വേണോ? മഹാന്മാർ പറയുന്നു മൗലിദ് ഓതുമ്പോ ആൾക്കാരെ വിളിച്ചു കൂട്ടണോ? ആരില്ലാത്ത പോകുന്നല്ല. ഞമ്മന്താക്കുന്ന സുബൈക്ക് ഉസ്താദ് വെള്ളമന്ത് നിസ്കരിച്ചിട്ട് പോയിരുന്നോ? ഒരു മൗലിദ് ഓതിയിട്ട് പോകണോ? ആ ഉസ്താദ് പോയിട്ട് മൗലിദ് ഓതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നില്ല കാക്ക, എനിക്ക് ഇന്നലെ രാത്രി വർക്ക് കഴിഞ്ഞിട്ടൊന്നും കഴിഞ്ഞില്ല ഉസ്താദ്, നിങ്ങൾ ഓതിയാവാ ഉസ്താദിന് മൗലിദ്. ഈ പുരക്കാരനെന്ത് ഇരിക്കാത്ത? എല്ലാ രോഗം തടയുന്ന മൗലിദ്, ആപത്ത് തടയുന്ന മൗലിദ്, നിന്റെ മോളെ ജീവിതം നന്നാക്കുന്ന മൗലിദ് അല്ലേ? മൗലിദ് ലാഭത്തിൻ്റെ വിഷയം. അള്ളാഹിൻ്റെ റസൂലിനെ മത കൊണ്ട് എന്തെല്ലാം ലാഭമുണ്ടെന്ന് അറിയോ? ഈ ലാഭം മനസ്സിലാക്കാത്ത നിങ്ങൾ നേരത്തെ സമ്മതിക്കുന്നത്ര. പണ്ട് വല്യമ്മ ഒരു മോളോട് പറഞ്ഞ പോലെ, ഒരു വല്യമ്മ മോളിങ്ങനെ സൂചി ഇങ്ങനെ കാണാതായപ്പോൾ തിരയാൻ തുടങ്ങി. സൂചി കാണാതെ തിരയുമ്പോൾ വല്യമ്മ പറഞ്ഞ് ഒരു സൂചി നിങ്ങൾ എന്താക്കണോ? സ്വർണത്തിൻ്റെ സൂചി നേർച്ചയാക്കുമ്പോളെ മനസ്സിലാക്കണോ? സ്വർണത്തിൻ്റെ സൂചി നേർച്ചയാക്കാൻ പറഞ്ഞു. അപ്പോൾ മോള് കേട്ട് സ്വർണത്തിൻ്റെ സൂചിക്ക് ബലത്തര ഉമ്മ, ഈ ചെറിയ സൂചിക്ക് നാലണക്കുള്ളതല്ലേ, അപ്പം അത് കൊടുക്കാനല്ല നേർച്ച വെക്ക്, കൊടുക്കാനുള്ളതല്ലത്, നേർച്ചയാക്കുന്ന മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ മൗലിദ് ഓതുന്ന ഒരു നേർച്ച പോലെ അതാൻ പാടില്ല. നമ്മളെ വീട് ബർക്കത്താവണം, നമ്മളെ നാട്ടിൽ പോകുമ്പോൾ, നമ്മൾ ചെക്കൻ ഗൾഫിൽ പോകുമ്പോൾ ബർക്കത്താവണം, നല്ലൊരു ജോലി കിട്ടണം. നമ്മളെ മോള് കല്യാണം കഴിഞ്ഞ് മുതിയാപ്പിൻ്റെ കൈപിടിച്ച് പോകുമ്പോൾ ദാമ്പത്യം ഹൈറാവണം. അതിന് വേണ്ടി നല്ല വിജൃംഭനായിട്ട് നല്ലൊരു മൗലിദ്. കറുത്ത മൗലിഞ്ചി ചോന്ന മൗലിഞ്ചല്ല, പിന്നെ അത് ഇസ്ലാമില്ലാത്ത വിഷയം ഹൈറിലാണ്. കറുത്ത മൗലിഞ്ചി, ചോന്ന മൗലിഞ്ചി, മഞ്ഞ മൗലിദ് കൂടെ ഉണ്ടാ? ഇല്ല, കൂടെ ഇല്ല. ഹൈറിലാണ് കുറേ സ്ഥലത്തുണ്ട് മഞ്ഞ മൗലിദ്, അന്ന് എല്ലാവർക്കും മഞ്ഞൻ്റെ ഡ്രസ്സ്. ചോന്ന മൗലിദ്, അന്ന് ചോന്ന ഡ്രസ്സ് എല്ലാവർക്കും. ഇതെല്ലാം എന്ത് സമ്പ്രദായമാണ്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദ് ഓതല്, കുതുബിയത്തെടുക്കല്, ഖാത്തീബെടുക്കല്, അതെല്ലാം നമ്മൾ ഈമാൻ സലമത്താവാൻ, നമ്മളെ ആത്മീയ ശുദ്ധിയാക്കാൻ, നമ്മളെ നാടും വീടും ഹൈറാവാൻ വേണ്ടിയാണ്. ഇവിടെ ജന്മദിനം ആഘോഷിക്കുന്ന വർഷത്തിലൊരു വിജൃംഭനായിട്ട് എന്തിനേയും നമ്മളെ നാട് സലാമത്താവാനാണ്, നമ്മളെ നാട് ഹൈറാവാനാണ്, നമ്മളെ കടം വീടാനാണ്, നമ്മളെ മരണം ഹൈറാവാനാണ്, നമ്മളെ മക്കൾ നന്നാവാനാണ്. നമ്മളെ മക്കൾ കഞ്ചാവിനുടമയാകരുത്, വ്യഭിചാരികളാകരുത്, റൗഡികളാകരുത്, തമ്മാടികളാകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആശീകങ്ങളാവണം. ആ കൂട്ടത്തെ നമ്മളെ വലക്കാരെ മക്കളെല്ലാക്കി തീർക്കട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മൗലിദ് ഓതുമ്പോൾ ആൾക്കാരെ നല്ലോണം കൂട്ടണം. സുബേക്കൈ ഓതിട്ട് പോയി ചെന്നല്ല, ഉച്ചക്കന്നെ വെക്കണം. നല്ല ഉച്ചക്ക് വിജൃംഭനായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട്, അങ്ങനെ പെങ്ങന്മാരെ മാത്രമല്ല നരകരെ അയൽവാസികളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് ഇങ്ങനെ വീട്ടിൽ ഉയരുമ്പോൾ ആ വീട് ബർക്കത്താവുന്ന യാതൊരു സംശയം വേണ്ട. ഒരു സലാത്ത് ചെല്ലെങ്കിൽ അള്ളാഹ് കൊടുക്കുന്ന നിഅമത്തുണ്ടല്ലോ, ഒരു സലാത്ത് തന്നെ വേണ്ട. അവൻ്റെ ജീവിതത്തിൽ വിശപ്പില്ല. മുഹമ്മദ് റസൂലുള്ളാഹി നന്നെ സലാത്ത് ചെല്ലണമെന്നില്ല, ഒരു സലാത്ത് നല്ലോണം അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ക് വെച്ചിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു, ഒരു സ്വലാത്ത് ചൊല്ലെങ്കിൽ അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലുന്നു. അതിൻ്റെ അർത്ഥം 10 കൊണ അള്ളാഹു നൽകുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വലാത്ത് ചൊല്ലിയാൾക്ക് 10 കൊണം റബ്ബ് നൽകുന്നു. അതിൽ ഏറ്റവും വലിയ കൊണം അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ല. അള്ളാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ദാരിദ്ര്യം എന്നുള്ളതില്ല സ്വലാത്ത് ചൊല്ലുന്നവനിക്ക്. അതുകൊണ്ട് ഉമ്മമാരെ, ഒരു നാളിലൊരു 313 സ്വലാത്തെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ വലിച്ചെല്ലണം. വീട് കെട്ടുമ്പോൾ, പണിയെടുക്കുമ്പോൾ,
നിങ്ങൾ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ നിങ്ങളെ നാവിൽ എന്തെങ്കിലും പറയാതിരിക്കുക. സലാത്ത് ചെല്ല, ദിക്റ് ചെല്ല. ഇപ്പോൾ നമ്മളെ ലൈന് വന്നപ്പോൾ നമ്മളെ ഉമ്മമാർ ലൈനിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അല്ലേ ലൈനുണ്ടോ? ഉണ്ട്. ബമ്പുമാർ എന്ത് ലൈന്? 2 ലൈനുണ്ട് ഇപ്പോൾ. സുബൈക്ക് ഫൈസിൻ്റെ ലൈന്, അദ്കാറു സബാഹ്. അസ്വർക്ക് നമ്മളെ സഖാഫി ഉസ്താദിൻ്റെ ലൈന്. ഞങ്ങളെ പെങ്ങന്മാരും ഉമ്മമാരും ഒക്കെ ലൈന് വന്നിട്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ആയി. മുസലയിൽ ചെന്നവാ എല്ലാം മൊബൈൽ വെച്ചിട്ട് ഓരോ പണി വേറെ. ചിലപ്പോൾ കക്കൂസിലേക്ക് മൊബൈൽ കൊണ്ടുപോകുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയൊന്നും ചെല്ലാനുള്ളതല്ലത്. അബ്ദുൽ ലത്തീഫ് ഉസ്താദ്, സഖാഫി ഉസ്താദ്, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഫൈസി രാവിലെ അദ്കാറു സബാഹ് സുബ്ഹിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലിത്തരുമ്പോൾ നല്ല അദബോടുകൂടെ നല്ല മര്യാദയോടുകൂടെ മുസല്ലയിൽ ഇരുന്നിട്ട് ആ മൊബൈലും വെച്ചിട്ട് ചൊല്ലണം. ആ ദിക്ർ തീരാതെ എഴുന്നേൽക്കാൻ പാടില്ല. അതാണ് ദിക്ർ. സൂറത്തുൽ വാഖിഅ ഓതുമ്പോൾ സൂറത്തുൽ വാഖിഅ കറക്റ്റായിട്ട് ഓതണം. സൂറത്തുൽ വാഖിഅ ഓതുന്നവനിക്ക് ദാരിദ്ര്യമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ്റെ ജീവിതത്തിൽ നഷ്ടമില്ല. സൂറത്തുൽ വാഖിഅ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തു തബാറക ഓതുന്നവന് ഖബറിൽ ശിക്ഷയില്ല. സുബ്ഹാനല്ലാഹ്. ഈ 2 സൂറത്തും പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹദ്ദാദ് പതിവാക്കണം. ദിക്റുകൾ ചൊല്ലണം. നമ്മുടെ നാവ് റത്ബും മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നമ്മളെ നാവ് നനയണം. ആരെയും ഗീബത്ത് ചെല്ലണ്ട. മൈമൂന എങ്ങനെ, ഫാത്തിമ എങ്ങനെ, ആയിഷമ്മ എങ്ങനെ, അബൂബക്കർ ഇങ്ങനെ, മുഹമ്മദ് ഇങ്ങനെ ഓരെല്ലാം ചർച്ച കണ്ട. നിന്നെ നീ ചർച്ച. എനിക്ക് എത്ര വർഷമായി റബ്ബേ? എനിക്ക് 35 വയസ്സായി. അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലത് എത്ര ചെയ്യുമ്മ ചിന്തിക്കുക. ബടക്ക് ചെയ്ഞ്ഞ് കഴിഞ്ഞെന്നെ ഓർക്ക്. നല്ലത് അവിടെ നിൽക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കാരണമായി ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലികുല്ലി യൗമിൻ 100 മറ. അല്ലാഹുവിൻ്റെ റസൂൽ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുമായിരുന്നു. ഞമ്മ എത്ര പ്രാവശ്യം ചൊല്ലുന്നത്? നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുമ്പോൾ പോയിട്ടേ പുസ്തകത്തിൽ നമ്മളെ അവസ്ഥ. നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ഇജാസത്ത് തന്ന 100 ദിക്റുണ്ട്. ശംസുൽ ഉലമ തന്നതല്ല, താജുൽ ഉലമ തന്നതല്ല, ജിബ്രീൽ തങ്ങളോ എപി ഉസ്താദ് തന്നതല്ല. നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ചൊല്ല്. ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ 100 ദിക്ർ ചെല്ലാൻ നമ്മളോട് പറഞ്ഞു നിസ്കാരത്തിന്റെ ശേഷം. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തസ്ബീഹ് ചൊല്ലിട്ട് ഒരു 10 തഹ്ലീൽ ചൊല്ലിട്ട് നീ ദുആ ഇറക്കണം. നിസ്കാരത്തിന് ശേഷം ദുആ ഇറന്നാൽ ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. അർത്ഥവത്തായ ദുആ. സുബൈക്ക് ഉസ്താദ് ദുആ ഇറക്കുന്ന പടച്ചവനെ ഈ സുബഹി നീ നന്നാക്കണമല്ല. ഈ സുബഹിയിൽ നല്ലത് ആക്കിയാക്കണമല്ല. എൻ്റെ നിഅമത്ത് ഏറ്റി തരണമല്ല. എനിക്ക് ഖൈർ ഏറ്റി തരണമല്ല. നല്ലൊരു സ്വഭാവമാക്കണമല്ല. ഉസ്താദ് ദ്വാരക്കും ആമി ആമി ചെല്ലിനെങ്കിൽ നിന്നെ അന്നത്തെ സുബഹി ഓക്കെ തന്നെ യാക്കേ പോയോടുള്ള ഖൈറല്ലേ. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബഹി നമാസ് പഠോ तू अल्लाह का हक में है മുഹമ്മദ് റസൂലുള്ളാഹി. സുബഹി നിസ്കരിച്ചിട്ട് നീ അള്ളാഹിന്റെ കയ്യിലായി പോയി. പിന്നെ പേടിക്കേണ്ടല്ല. സുബഹി നിസ്കരിച്ചിട്ട് അള്ളാഹിന്റെ കയ്യിലായി പോയെങ്കിൽ നിന്റെ കച്ചവടത്തിൽ ബർക്കത്തായി. നീ പോകുന്നവിടെ ഖൈറായി. നിനക്ക് വിസ ഗ്യാരണ്ടി കിട്ടുന്നതന്നെ. നിനക്ക് നീ നിരിച്ചത് കിട്ടും. എപ്പോ? സുബഹി നിസ്കരിച്ചിട്ട് വേറൊന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നതുവരെ ദിക്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലാ തനാമു ബഅദ സുബ്ഹ്. സുബഹിന്റെ ശേഷം ഉറങ്ങണ്ട. ഫഇന്നഹാ തൻകസിമുൽ അർസാഖ്. നിന്റെ റിസ്ക് ഓഹരി വെക്കുന്ന സമയമാണ്. അപ്പോൾ നിനക്ക് വിസ തരാനുള്ള ഉദ്ദേശിച്ചെങ്കിൽ ആ സുബഹിക്കാണ് വിസ തരുന്നത്.
നീ ഉറങ്ങി എങ്ങനെ കിട്ടുന്നമ്മ? ഉസ്താദ് ഒരു കൊല്ലായി ഉസ്താദ് വിസ തേടിക്കൊണ്ടുള്ളേ. കള സുബൈ നിസ്കരിച്ചിട്ടാ നീ? സുബൈ നിസ്കരിക്കാതെ ദിക്ർ ചെല്ലാതെ നീ ഉറങ്ങിയിട്ട് വിസ കിട്ടുവാ? ആ വിസ കിട്ടണമെങ്കിൽ എന്താക്കണോ? സുബൈ നമാസ് കൊടുത്തു അള്ളാഹ് ആത്മേ, അള്ളാന്റെ കയ്യിലാവണമെങ്കിൽ സുബൈ നിസ്കരിക്കണ്ടേ? സുബൈ നിസ്കരിക്കാതെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഉറങ്ങിയാലും സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിയാൽ നീ ഇബ്ലീസിന്റെ കയ്യിലാണ്. സുബൈക്ക് ഉറങ്ങിക്കിടന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങിയെങ്കിൽ നീ ഇബ്ലീസിന്റെ കയ്യിലായി. പിന്നെ ഇബ്ലീസ് കൊടുക്കുന്ന തന്നെ കിട്ടുന്ന വിസ ഇല്ലാതാവും, കിട്ടുന്ന കച്ചവടം ഇല്ലാതാവും. അതുകൊണ്ട് ഉമ്മമാരെ സുബൈ നിസ്കരിച്ചിട്ട് ഉറങ്ങണ്ട, ഖുർആൻ ഓതുക, വ്യായാമം ചെയ്യുക. എങ്ങനെ വ്യായാമം? ഹാ ഹൂ ഹീ ഹൈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു ഹൈ. ഇതാണ്. അല്ലാതെ സുബൈക്ക് ഒരു സൂട്ടും വീട്ടിട്ടിട്ട് മുഹമ്മദിൻ്റെ ഓടും അബൂബക്കറിൻ്റെ ഓട് കൂടുന്ന കാണുന്ന സുബൈക്ക് മാർഗത്തിൽ എവിടെക്കണേ ഉസ്താദ് ബി പി ഷുഗർ തടി ആരെയും കുറയുവാ. ഏറ്റവും വലിയ വ്യായാമം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യായാമം ഏത്? യോഗാഭ്യാസമല്ല, ജിമ്മല്ല. അസ്ർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആഫിയത്ത് വേണം, ആരോഗ്യം വേണമ്മ. നിന്റെ ഓട്ട നിർത്ത്. ഷൂവും പൂട്ടിട്ടിട്ട് സുബൈക്ക് ഓടുന്ന കാണുന്നു. ആരെന്ത്? അത് മുഹമ്മദിന്റെ ഓള്, അബൂബക്കറിന്റെ ഓള്. ഇവിടുത്തെ അല്ല, അവിടുത്തെ. ജാഗ്രത.